നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയൻ്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്തുന്ന ജോലിയാണ് നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരനൂറ്റാണ്ട് കാലത്തിലേറെയായി കേരളത്തെ വിഭജിക്കാൻ BJPയും സംഘപരിവാറും കൊണ്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവർക്കത് വിജയിക്കാൻ കഴിയാത്ത വന്ന സാഹചര്യത്തിലാണ് അവരുടെ ജോലി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. വർഗീയ വിഭജനം കൊണ്ട് മാത്രമേ 2026 തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ധാരണയിലാണ് ഈ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കും എന്നുള്ള പ്രചരണം നടത്തുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജമായത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നുള്ള പ്രചരണം നടത്തുന്നു. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രം ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന CPMൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CAA പറ്റിയായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി ലൈൻ മാറ്റിപ്പിടിച്ചു. ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം ഉള്ള കാര്യങ്ങൾ അദ്ദേഹം ഓർത്തത്. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാനുള്ള ശ്രമമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയും ആ വർഗീയ ഭിന്നിപ്പിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻറ്റോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ആ പോളിസിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വൈസ്രോയി മിൻറ്റോയുടെ കാലത്താണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആവിഷ്കരിച്ചത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനുമുള്ള ശ്രമം നടത്തുകയാണ്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്താണ്? മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ്. ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. താൻ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള വാശിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുള്ളത്. BJPയെയും CPMനെയും പരസ്പരം പാലൂട്ടുന്ന ശത്രുക്കളാണ് എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ വിശേഷണം ഞാനൊന്ന് മാറ്റുകയാണ്. പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒക്കച്ചങ്ങാതിമാരായിട്ടാണ് നമുക്കവരെ കാണാൻ കഴിയുന്നത്. BJPക്ക് പറയാൻ കഴിയാത്തത് മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് BJP പറയുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം എന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് 2016 മുതൽ കേരളത്തിൽ BJPക്ക് കളം പിടിക്കാൻ അവസരം കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്.
തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചത് CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും സഹായത്തോടെയായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒന്ന് CPM-ൻ്റെ ഭരണത്തിലുണ്ടായ ഗുരുതരമായ അഴിമതിയും കൊള്ളയും കൊണ്ടാണ്. രണ്ട്, BJP ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തത് CPM തന്നെയായിരുന്നു. ഇനിയും BJPക്ക് കുറച്ച് MLA-മാരെ കൂടി കൊടുത്ത് താൻ വിശ്രമിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. നരേന്ദ്രമോദി എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കുകയാണ് പിണറായി വിജയൻ്റെ ദൗത്യം എന്ന മട്ടിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.